ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ഫിഷിൻ്റെ വിഭവമായിട്ടാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഫിഷ് ചുക്ക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷിനെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കോറ മീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. കഷ്ണം മീനാവുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അയലയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയോ ഓയിൽ ഏതും ആകാം. വെളിച്ചെണ്ണയിൽ മീൻ വറുത്തെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മീൻ നല്ല 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുതാക്കി നുറുക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മീൻ ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കൊടംപുളിയാണ്. നമുക്ക് വാളംപുളി വേണമെങ്കിലും എടുക്കാം. 2 കൊടംപുളി ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇളം ചൂടുവെള്ളത്തിൽ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മുകളിൽ ഒരു ടേബിൾ സ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് മീനൊക്കെ ഓൾറെഡി വന്നതാണ്. മസാലകളും വഴറ്റിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ മീനിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരു 5-10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചാൽ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മീനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് വരും. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫിഷ് ചുക്ക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.